ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പദ്ധതികളുണ്ട്. കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ്, തന്ത്രപൂർവമായ നികുതി സംവിധാനങ്ങൾ പരിഷ്കരണം, ഖജനാവിന്റെ ചോർച്ചയടയ്ക്കൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഷൂട്ടപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അതിന് ഉത്തേജകം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ. നമ്മൾ വളരെ പെട്ടെന്ന് ഇവര് തകർത്തിട്ട കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ മികച്ച സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റും. ഖജനാവിൽ നമ്മൾ പണം നിറയ്ക്കും, വരുമാനമുണ്ടാക്കും. ആ വരുമാനമുണ്ടാകുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവനെ, സാധാരണക്കാരനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീര് തുടച്ച്, അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികൾ കൊണ്ടുവരും. നമ്മൾ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഞങ്ങളെല്ലാം നിയമസഭയിൽ സംസാരിക്കുന്നതാണ്, ശരിയാണ്. കേരളം തകരുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ 5-8 മാസം മുൻപ് ഒരു ഹെൽത്ത് കമ്മീഷനെ നിയമിച്ചു. 300 ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച്, വിദേശങ്ങളിലുള്ളവരെ പോലും പങ്കെടുപ്പിച്ച് ഞങ്ങളൊരു ഹെൽത്ത് കോൺക്ലേവ് നടത്തി. ആ കമ്മീഷൻ 600-ലധികം ഡോക്ടർമാരുമായി ചർച്ച ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിൽ ഭാവി ആരോഗ്യ കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷൻ ഡോക്യുമെന്റ് ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് പ്രഖ്യാപിച്ചു. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആണ്. ഒരാളും മരുന്നില്ലാതെ, ചികിത്സ കിട്ടാതെ ഇനി മരിക്കില്ല കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ആദ്യഘട്ടത്തിൽ അത് പകുതിയാക്കി നമ്മൾ കുറയ്ക്കും. 2ാം ഘട്ടത്തിൽ നമ്മൾ 1/3 അത് കുറയ്ക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഹോസ്പിറ്റൽ, ട്രൈബൽ അവർക്ക് പ്രത്യേക കെയർ, തീരപ്രദേശത്തുള്ളവർക്ക് പ്രത്യേക കെയർ. ഇത് വളരെ സമഗ്രമായ ഒരു പദ്ധതിയാണ്. അത് പൂർത്തിയാകുമ്പോൾ ഞാൻ കരുതുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു, ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും, രോഗികൾ ചികിത്സ തേടി കേരളത്തിലെത്തുന്ന ആരോഗ്യ കേരളം ഡെസ്റ്റിനേഷൻ പോയിന്റായി മാറും. ഒരു സംശയവും വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ 40-50 ലക്ഷം രൂപ മുടക്കി കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് പോകുന്നു പ്രോഗ്രാമുകൾ പഠിക്കാൻ യൂണിവേഴ്സിറ്റികളിൽ. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF വരുമ്പോൾ അവർ ജർമ്മനിയിലും കാനഡയിലും UK-യിലും ഓസ്ട്രേലിയയിലും പോയി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. അവർ പുറത്തു വരുമ്പോൾ 2 ഓപ്ഷനാണ് അവർക്ക്. ഒന്ന് തൊഴിൽ, ഒന്ന് സംരംഭം തുടങ്ങാൻ. ഇതിനുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെന്റ് നൽകുന്ന, കേരളം ഇന്നുവരെ കാണാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും. കാർഷിക മേഖലയിൽ സമഗ്രമായ പാക്കേജ്, കാർഷിക വൃത്തിയിൽ നിന്ന് ആളുകൾ പിൻവാങ്ങാതിരിക്കാൻ അവർക്ക് ന്യായമായ വേതനം കൊടുക്കുന്ന കാര്യങ്ങൾ, വ്യവസായ രംഗത്തിന് പ്രത്യേക പദ്ധതികൾ. ഇതെല്ലാം കൂടാതെ നമുക്ക് സ്വപ്നതുല്യമായ ചില പദ്ധതികളുണ്ട്. കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത് 600 കിലോമീറ്ററാണ്. കടലാണ്, പ്രകൃതിയുടെ വരദാനമാണ്. 2 ഇന്റർനാഷണൽ സീപോർട്ടുകൾ ഉണ്ട്, വിഴിഞ്ഞവും കൊച്ചിയും. ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട് കൊച്ചിയിൽ. 17 മിനി പോർട്ടുകൾ ഉണ്ട്. നമ്മുടെ ഈ പദ്ധതി മാരിടൈം എക്സ്പേർട്സും ഷിപ്പിംഗ് എക്സ്പെർട്സും കൂടി തയ്യാറാക്കിയ പദ്ധതി നമ്മുടെ സ്വപ്ന പദ്ധതിയാണ്. ഇതിനെല്ലാം സംയോജിപ്പിച്ച് നമ്മൾ മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുക. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70-75% ഇതിന്റെ 4/1 ചെലവിൽ കടലിലൂടെ പോകും. 2ാമത്തെ ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സ് കൊണ്ടുവരും. യൂറോപ്പിലേ ഉള്ളൂ, ഇന്ത്യയിലില്ല, യൂറോപ്പിലുള്ളത്. 3ാം ഘട്ടത്തിൽ നദികളെ കൂടി സംയോജിപ്പിച്ച ഏറ്റവും വലിയ ടൂറിസം പ്രോജക്റ്റ് കൊണ്ടുവരും. ടൂറിസം എന്ന് പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്. കാരണം ഇന്ന് കേരളത്തിൽ ഡൊമസ്റ്റിക് ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ ടൂർ പോകുന്ന ആളുകളുള്ള ജില്ല മലപ്പുറം. പണ്ട് ഞങ്ങളുടെ എറണാകുളമായിരുന്നു. ഇപ്പൊ എവിടെ പോയാലും മലപ്പുറംകാരാണ്. ഏത് ഡെസ്റ്റിനേഷനിൽ പോയാലും, വയനാട്ടിൽ പോയാൽ, ബേക്കലിൽ പോയാൽ, കോവളത്ത് പോയാൽ, കുമരകത്ത് പോയാൽ ഒക്കെ മലപ്പുറംകാരാണ്. അപ്പൊ ഒന്ന് ചിരി വന്നു. ടൂറിസം പ്രോജക്റ്റ് വളരെ വലിയൊരു ടൂറിസം പ്രോജക്റ്റ് കൂടിയാക്കി മാറ്റും. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്.
ഇനിയും കുറെ പദ്ധതികളുണ്ട്. പക്ഷെ ഞാനിവിടെ നിർത്തുന്നു, സസ്പെൻസാണ്. ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഇതുപോലെ നിരവധിയായ പദ്ധതികൾ സമഗ്രമായി തയ്യാറാക്കി. ഞാൻ നിങ്ങളോട് പറയുന്നു, സാമ്പത്തികമായ കാര്യം, പാരിസ്ഥിതികമായ കാര്യം, സാങ്കേതികമായ കാര്യം, സോഷ്യൽ ഇമ്പാക്ട്, ഇതെല്ലാം പരിശോധിച്ചിട്ട് തയ്യാറാക്കുന്ന പദ്ധതികളാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ നിൽക്കട്ടെ, വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി ഒരു നല്ല കേരളം ഉണ്ടാകണം. ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി UDF കേരളത്തെ മാറ്റും. ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി നിന്ന് വർക്ക് ചെയ്യുകയാണ്, കഠിനാധ്വാനം ചെയ്യുകയാണ്. ഒരു പുതിയ കാലത്തിന്റെ യുഗപ്പിറവിയാണ്. ഇനിയും ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളം പുറകിലേക്ക് നടക്കില്ല. കേരളം ഇനി മുന്നോട്ട് കുതിക്കും. ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും. അതിനുള്ള ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവുമുള്ള UDF ആണെന്ന് കേരളത്തിലുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് വെറും UDF അല്ല, ഇത് ടീം UDF ആണ്. ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങളോട് വന്ന് മന്ത്രിമാര് പറയും, ഇതിന്റെ കുറെ പാർട്ടികളല്ലേ, പക്ഷെ ഒറ്റ പാർട്ടിയെ പോലെയാണല്ലോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ഒരു അപസ്വരം പോലും ഇല്ലാതെ. ഈ ടീം UDF ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിന് മാതൃകയാണ്. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിന് എങ്ങനെയാണ് മുന്നണി രാഷ്ട്രീയം എന്നുള്ളത് ഈ രാജ്യത്തിന് മാതൃകയായി ഞങ്ങൾ പ്രവർത്തിക്കും. എല്ലാ കാര്യങ്ങളും ചെറിയ കക്ഷികളും വലിയ കക്ഷികളും കൂടിയാലോചനകൾ നടത്തിയിട്ടാണ്. ഞങ്ങൾ നിയമസഭയിൽ പോകുമ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ 8:30 ഞങ്ങൾ തീരുമാനിച്ച് പുതിയതായി വരുന്ന അംഗങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യം ചെയ്യുന്നത്. കൂടിയാലോചനകൾ വഴി, ഈ നാടിന്റെ ഭാവിയെ കുറിച്ചുള്ള ചർച്ചകൾ വഴി എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ് പോകുന്നത്. ഹയർ എഡ്യൂക്കേഷന്റെ കോൺക്ലേവ് നടത്തി, ഇൻഡസ്ട്രിയുടെ കോൺക്ലേവ് നടത്തി, ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് വരുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? അവര് വർഗീയത ചർച്ച ചെയ്യുന്നു. വർഗീയത, സംഘപരിവാറിനെ നിങ്ങൾക്കറിയാം. അവര് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി, വിദ്വേഷ പ്രസംഗം നടത്തി, ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. അതേ പാതയിൽ കേരളത്തിലെ CPM പോകുന്നു. ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക, നേരത്തെ ന്യൂനപക്ഷത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചു, അവര് തിരിച്ചടിച്ചു. നിങ്ങൾ അറിയണം, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയി മലപ്പുറത്തെ കുറിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഹിന്ദു പത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്തു. ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചതാണോ അത്? അത് ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി BJPയുടെ ചേട്ടൻ ബാവ ഡൽഹിയിൽ ചെയ്യുന്നത് പോലെ അനിയൻ ബാവ തിരുവനന്തപുരത്തിരുന്ന് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ AK ബാലൻ വന്നു, ഒരു മന്ത്രിയുണ്ട് ഈ മന്ത്രിസഭയിൽ, സജി ചെറിയാൻ. എന്താ പറഞ്ഞത്? മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണമെന്ന്. പച്ചയ്ക്ക് വർഗീയത പറയുക, പച്ചയ്ക്ക് വർഗീയത. അയാൾ ഇപ്പോഴും ഈ പിണറായി വിജയന്റെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. UDFലാണ് ഒരാൾ അങ്ങനെ പറഞ്ഞതെങ്കിൽ 24 മണിക്കൂറകത്തുണ്ടാവില്ലായിരുന്നു. ഇവരിപ്പോഴും ഇരിക്കുകയാണ് ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ. ഇവരൊരു ഇടതുപക്ഷവുമല്ല, ഒരു കമ്മ്യൂണിസ്റ്റും അല്ല, ഇവര് തീവ്ര വലതുപക്ഷമാണ്. വർഗീയതയുടെ വഴിയിൽ സഞ്ചരിക്കുന്നു. ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് വർഗീയവാദികളോട്. UDF ഉണ്ട് കേരളത്തിൽ. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും. വിട്ടുവീഴ്ചയില്ല. ഒരാളും, ഏത് കൊലകൊമ്പനും കേരളത്തിൽ വർഗീയത പറയാൻ പാടില്ല. ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെ എതിർക്കും. അതിനുള്ള ചങ്കൂറ്റവും ആർജവവും കേരളത്തിലെ UDFിനുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും വോട്ട് വാങ്ങി കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ വന്നാൽ അതും വേണ്ട, അതും വേണ്ട, അതും വേണ്ട. അതിലും കോംപ്രമൈസ് ചെയ്യില്ല, അതൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. നമുക്ക് നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും VD സതീശനും ഒക്കെ ഇനി കുറച്ച് നാൾ കൂടി ഉണ്ടാവും. പിന്നെ ഓർമ്മയാവും, പിന്നെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം അപ്പോഴും ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവര് ജീവിക്കുന്ന കേരളത്തിൽ അവരെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് സമ്മതിക്കില്ല. അതാണ് UDFന്റെ നിലപാട്, ശക്തമായ നിലപാട്. ഇന്ത്യയിൽ ഏറ്റവും അതിശക്തമായി നമ്മൾ കേരളത്തിൽ ഈ നിലപാടെടുക്കുകയാണ്. നമ്മുടെ കേരളത്തിന് വേണ്ടി വർഗീയത പറയാൻ വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി തോളോട് തോളുരുമി നിന്ന് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരാളും വരണ്ട എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയും. ഒരു സംശയവും നമുക്ക് വേണ്ട. ഞാൻ കരുതുന്നു ഈ നിലപാട് കേരളത്തിലെ മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ, ജാതി മത വർഗ വ്യത്യാസങ്ങൾക്ക് അപ്പുറമായി
UDF തിരിച്ചു കൊണ്ടുവരാൻ കേരളം, മതേതര കേരളം ഒറ്റക്കെട്ടായി നിൽക്കും. അതിന് അവർക്ക് കൊടുക്കാനുള്ള വാക്ക് ഗുഡ് ഗവേണൻസ് ആണ്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിന് മാറ്റമുണ്ടാകും. നമുക്ക് വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടിയുള്ള കേരളമാണ്. ഒരു ദോഷവും വരുത്താതെ കൊണ്ടുപോകും. എല്ലാത്തിനെയും മാറ്റി നിർത്തും. ഇവരിപ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഖജനാവിൽ പൂച്ച വെറ്റി കിടക്കുന്ന ആളുകൾ എന്ത് പ്രഖ്യാപനം നടത്തിയിട്ട് എന്താ കാര്യം? എല്ലാം തട്ടിപ്പുകളാണ്. 2021 പാവപ്പെട്ട ആളുകളെ പറ്റിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ 2500 ആക്കുന്നു. 4.25 കൊല്ലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. പാവങ്ങൾ വോട്ട് ചെയ്ത് കുറെ പേര് ഇവര് ചെയ്യുമെന്ന് വിചാരിച്ചു. ചില്ലിക്കാശ് കൂട്ടിയില്ല. എന്നിട്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ തലയാഴ്ച 400 രൂപ കൂട്ടിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സാധാരണക്കാരന്റെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഇടുക്കിയിലെ മണിസഖാവ് പറഞ്ഞു, കൊള്ളരുതാത്തവന്മാര് വോട്ടർമാരോടാ കേരളത്തിലെ അവന്മാര് നമ്മുടെ കാശും മേടിച്ചു, അവന്മാര് പോയി UDF വോട്ട് ചെയ്തു വന്നു. എന്റെ മണിസഖാവേ, ശാപ്പാടടിച്ചെന്നാണ് എന്റെ മണിസഖാവേ. അവര് കൊള്ളരുതാത്തവരൊന്നുമല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട്. അവർക്കറിയാം ഈ LDF സർക്കാർ 2 മാസമേ പെൻഷൻ കൊടുക്കുള്ളൂ അല്ലേ? ബാക്കി അടുത്ത 5 കൊല്ലം പെൻഷൻ കൊടുക്കേണ്ടത് UDF സർക്കാരാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി അവർക്കുണ്ട്. ഇവരിപ്പോ രക്തസാക്ഷികളെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. രക്തസാക്ഷിയെ കിട്ടിയ ലോട്ടറി അടിക്കുന്ന പോലെയാണ്, ബമ്പർ ലോട്ടറി അടിക്കുന്ന പോലെയാണ്. ധനരാജിന്റെ സംഭവം നിങ്ങൾ കണ്ടു. എന്നിട്ട് അത് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടി. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന 3 പേര് ജയിലിലാണ്. CPM നേതാക്കൾ. സ്വർണം മാത്രമല്ല കവർന്നത്, ആ ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുമ്പിലുള്ള മനോഹരമായ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞത് എടുത്തുകൊണ്ടുപോയി കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു കോടീശ്വരന് വിറ്റു. ഇവന്മാര് ആ കോടീശ്വരനെയും പറ്റിച്ചു. കാരണം ഇത് കള്ള മുതലാന്ന് അയാൾക്ക് അറിയില്ലല്ലോ. 2019 തുടങ്ങിയതാണ്. കോടതി പറഞ്ഞു ഇതാരും അറിഞ്ഞില്ല കുറെ നാളത്തേക്ക്. ഒരു കള്ളൻ മോഷ്ടിച്ചു കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് ആരും അറിഞ്ഞില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? രണ്ടാമതും കട്ടു. അത് തന്നെ, രണ്ടാമതും കക്കാൻ ശ്രമിച്ചു 2024. അപ്പൊ കോടതി പിടിച്ച്, ഞാൻ വിചാരിച്ചു അയ്യപ്പൻ തന്നെ പിടിച്ചെന്ന്. അയ്യപ്പനെ അറിയില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും കൂടി ഉമ്മാർ അടിച്ചുകൊണ്ടുപോയത്. എന്നിട്ട് അവര് 3 പേര് ജയിലിൽ കിടക്കുന്നു. അവർക്കെതിരെ നടപടിയില്ല. നടപടി ഈ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ചൂണ്ടിക്കാണിച്ചതാണ്. ഞാൻ ഇവരോടെല്ലാം പറഞ്ഞു, ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അതാണ് പുതിയ സിദ്ധാന്തം. അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി കൊച്ചിയിൽ. തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സംഘപരിവാറുകാർ കൊല ചെയ്തു. അവിടെ ഫണ്ട് ഉണ്ടാക്കി അത് അടിച്ചു മാറ്റി. ഞാൻ കാസർഗോഡേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് 5-ാം തീയതി CPM വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബത്തിന് കോൺഗ്രസിലേക്ക് അവർ മെമ്പർഷിപ്പ് എടുത്തു. മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ഞാൻ പോകുന്നത്. രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും നിങ്ങളെ വെറുക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോ ചിരിച്ചോ, നമുക്ക് വോട്ട് ചെയ്യോ. ഇടതുപക്ഷ സഹയാത്രികരും നമുക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ ഒരിക്കൽ തിരുവനന്തപുരത്തിരിക്കുമ്പോ കുഞ്ഞാലൂർ സാഹിബൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടിരിക്കുക. അപ്പൊ ഞാനൊരു ഗമ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എറണാകുളത്ത് എന്റെ ജില്ലയാണ്. കഴിഞ്ഞ പ്രാവശ്യം 14-ൽ 9 സീറ്റ് ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമുക്കെതിരായിരുന്നു ട്രെൻഡ്. ഈ പ്രാവശ്യം ഞങ്ങൾ 14-14 ജയിക്കുമെന്നു. അപ്പൊ കുഞ്ഞാലി സാഹിബ് അനിൽകുമാറിന്റെ മുഖത്തേക്ക് നോക്കി. അനിൽകുമാർ അടുത്തിരിക്കുന്നു. ഇവര് തമ്മിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. അപ്പൊ എന്നോട് കുഞ്ഞാലി സാഹിബ് അതായിക്കോട്ടെ, നല്ല കാര്യമാണ്. ഒരു കാര്യം ഞാനും കൂടി പറയാം. മലപ്പുറം ജില്ലയിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 16-ൽ 16 സീറ്റ് ജയിക്കും. അദ്ദേഹത്തിന്റെ വാക്ക് നിങ്ങൾ ഏറ്റെടുക്കുകയല്ലേ? ഉറപ്പല്ലേ? മലപ്പുറത്ത് ഞാൻ പറയുന്നു, നമ്മുടെ ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയിൽ 16-ൽ 16 സീറ്റും നേടിയെടുക്കും എന്ന നിങ്ങളുടെ ഉറപ്പ് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.